IPL-ന്റെ 18ാം സീസണിലെ പോരാട്ടങ്ങൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. 10 ടീമുകളിൽ നിന്നും 3 ടീമുകളും ടൂർണമെന്റിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു. ഇനി ശേഷിക്കുന്നത് വെറും 7 എണ്ണം മാത്രം. ഇതിൽ നിന്നും 4 ടീമുകളെയാവും നമുക്ക് ഇത്തവണ പ്ലേ ഓഫിൽ കാണാൻ സാധിക്കുന്നത്. ആരൊക്കെയാണ് ആ പ്ലേ ഓഫിലേക്ക് കടക്കുന്നത് എന്നുള്ളത് വൈകാതെ തന്നെ നമുക്ക് കണ്ടെത്താനും സാധിക്കും. എന്നാൽ മലയാളി താരങ്ങളെ സംബന്ധിച്ച് ഈ സീസണിലെ IPL അത്ര മികച്ചതായിരുന്നില്ല. രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജു സാംസൺ ഉൾപ്പെടെ കേരള മണ്ണിൽ നിന്നും വെറും 4 പേർ മാത്രമാണ് ഈ സീസണിൽ വിവിധ ടീമുകൾക്ക് വേണ്ടി കളിച്ചത്. ഇവരിൽ ചിലരെ മാത്രമേ അടുത്ത സീസണുകളിലും ഈ ടീമുകൾ തന്നെ നിലനിർത്തൂ എന്നുള്ളതും വ്യക്തമാണ്. അടുത്ത ടീമുകളിൽ ആരെല്ലാം ഏതെല്ലാം റോളുകളിൽ കാണും എന്നുള്ളതാണ് നമുക്ക് ഇന്ന് പരിശോധിക്കേണ്ടത്. ഇപ്പോൾ മലയാളികളായി ആരൊക്കെയാണ് വിവിധ ടീമുകളിൽ ഉള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിക്കണം. ലോകമെമ്പാടുമുള്ള മലയാളികളെ സംബന്ധിച്ച് IPL-ലെ ഐക്കൺ താരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആൾ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനായിരുന്ന സഞ്ജു സാംസൺ തന്നെയാണ്. 2013 മുതൽ ടൂർണമെന്റിന്റെ ഭാഗമായിട്ടുള്ള അദ്ദേഹം 2021 മുതൽ ടീമിനെ നയിക്കുകയും ചെയ്തിട്ടുണ്ട്. റോയൽസിനെ കൂടാതെ ഡൽഹി ക്യാപിറ്റൽസ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നീ ടീമുകളുടെ ഭാഗമാകാനും സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തെ കൂടാതെ ഈ സീസണിലെ മറ്റു മലയാളി സാന്നിധ്യങ്ങൾ ആരൊക്കെയാണ്? പരിചയസമ്പന്നനായ സ്റ്റാർ ബാറ്റർ സച്ചിൻ ബേബി, വിക്കറ്റ് കീപ്പറും വെടിക്കെട്ട് ബാറ്ററുമായ വിഷ്ണു വിനോദ്, കന്നി സീസൺ കളിക്കാനെത്തിയ ചൈനാമാൻ സ്പിന്നർ വിഘ്നേഷ് പുത്തൂർ എന്നിവരാണ് മറ്റുള്ളവർ. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ കൂടാരത്തിലാണ് സച്ചിനെങ്കിൽ വിഷ്ണു പഞ്ചാബ് കിങ്സിന്റെ ഭാഗമായിട്ടാണ് നിലനിൽക്കുന്നത്. എന്നാൽ 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗമായിരുന്നു വിഘ്നേഷ് പുത്തൂർ. ഈ 3 പേരിലും വിഘ്നേഷിനും സച്ചിനും മാത്രമേ കളിക്കാൻ ഭാഗ്യമുണ്ടായുള്ളൂ എന്നുള്ളത് മറ്റൊരു കാര്യമായിരുന്നു. അവസരം കാത്ത് ഇപ്പോഴും പഞ്ചാബിന്റെ ഡ്രസ്സിംഗ് റൂമിൽ ഇരിക്കുകയാണ് വിഷ്ണു. 4 മലയാളി താരങ്ങളിൽ അടുത്ത IPL സീസണിലും ടീമിൽ സ്ഥാനം നിലനിർത്താൻ സാധ്യതയുള്ളവർ 2 പേർ മാത്രമാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഒരാൾ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനായ സഞ്ജു സാംസൺ ആണെങ്കിൽ മറ്റൊരാൾ മുംബൈ ഇന്ത്യൻസിന്റെ വിഘ്നേഷ് പുത്തൂരുമാണ്. സച്ചിൻ ബേബിയെയും വിഷ്ണു വിനോദിനെയും അടുത്ത സീസണിലും നിലനിർത്താൻ സാധ്യത തീരെ കുറവാണെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. റോയൽസ് കോച്ച് രാഹുൽ ദ്രാവിഡുമായുള്ള അഭിപ്രായ ഭിന്നത കാരണം സീസണിന് ശേഷം സഞ്ജു സാംസൺ വിട്ടേക്കുമെന്നുള്ള അഭ്യൂഹം ശക്തമാണെങ്കിലും അത് സംഭവിക്കുമോ എന്ന് കാണേണ്ടിയിരിക്കുന്നു. ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് പരിഹരിച്ച് അടുത്ത സീസണിൽ കൂടുതൽ ശക്തമായ തിരിച്ചുവരവ് തന്നെയായിരിക്കും റോയൽസ് ലക്ഷ്യമിടുക എന്നും വ്യക്തമാക്കുന്നു. റോയൽസിനെ സംബന്ധിച്ച് അവരുടെ ഐക്കൺ താരം കൂടിയാണ് സഞ്ജു സാംസൺ. ഇത്രയും അധികം ആരാധകർ അവർക്കുണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണവും സഞ്ജുവിന്റെ സാന്നിധ്യം തന്നെയാണ്. സഞ്ജുവിനെ കൈവിട്ടാൽ അത് റോയൽസിന്റെ ആരാധക പിന്തുണയിൽ വലിയ ഇടിവുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോവാൻ റോയൽസിന് താല്പര്യമുണ്ടാവില്ല എന്നുള്ളതും തീർച്ചയാണ്. ഏത് വിധേനയും സഞ്ജുവിനെ ടീമിൽ നിലനിർത്താൻ തന്നെയായിരിക്കും അവരുടെ ശ്രമവും. എന്നാൽ അതേസമയം അരങ്ങേറ്റ IPL സീസണിൽ തന്നെ വളരെ മികച്ച വരവറിയിച്ച താരമാണ് വിഘ്നേഷ് പുത്തൂർ. 5 തവണ ജേതാക്കളായ ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള കന്നി മത്സരത്തിൽ 3 വിക്കറ്റുകളുമായി അദ്ദേഹം താര പദവിയിലേക്ക് ഉയരുകയും ചെയ്തു. പരിക്കേറ്റ് പുറത്താവുന്നതിന് മുമ്പ് സീസണിൽ 5 മത്സരങ്ങളിലാണ് വിഘ്നേഷ് പന്തെറിഞ്ഞത്. ഇവയിൽ 9.8 എക്കോണമി റേറ്റിംഗിൽ 6 വിക്കറ്റുകൾ അടക്കം വിഘ്നേഷ് സ്വന്തമാക്കി. തീർച്ചയായും വലിയ ഭാവിയുള്ള താരം കൂടിയാണ് വിഘ്നേഷ് എന്ന് മുംബൈക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ഇത്തരം താരങ്ങളെ അവർ ഒരിക്കലും കൈവിടാറുമില്ല. കൂടുതൽ അവസരങ്ങളിലൂടെ വിഘ്നേഷിനെ തങ്ങളുടെ സ്പിൻ ബൗളിംഗിലേക്ക് തുറുപ്പുചീട്ടാക്കി മുംബൈ മാറ്റിയെടുക്കുമെന്നുള്ളതും ഉറപ്പായ കാര്യമാണ്. എല്ലാം ഇനി അടുത്ത സീസണിൽ നമുക്ക് കാണുകയും ചെയ്യാം.